തിരുവോണത്തിന് സദ്യ കഴിക്കുമ്പോൾ നമ്മൾ എത്ര ഇനം പായസം കഴിക്കും? അടപ്പായസം, അരിപ്പായസം, ഗോതമ്പ് പായസം, സേമിയ പായസം അഥവാ നമുക്ക് പാൽപ്പായസം എന്ന് പറയുന്നത്, പിന്നെ പൈനാപ്പിൾ പായസം ഉണ്ടാവും, കടലപ്പായസം, പരിപ്പ് പായസം, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ ഭക്ഷണ വിഭാഗങ്ങൾ കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് പറ്റും. എന്നാൽ ഈ പായസക്കൂട്ടുകൾ ഏറ്റവും അപകടകാരി ഏതാണ്? നമ്മുടെ നാട്ടില് കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടമുള്ള, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, നിർഭാഗ്യവശാൽ നമ്മുടെ എല്ലാം വീടുകളിൽ ഈ പായസത്തിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സേമിയ പായസമാണ്. സേമിയ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അത് മൈദമാവ് കൊണ്ടാണ്. മാത്രമല്ല ഇതിനകത്തേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. കൂടാതെ തേങ്ങാപ്പാലിന് പകരം എളുപ്പത്തിന് വേണ്ടി നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കുന്നതിന് എടുക്കുന്നത് പാലാണ്. ഈ കോമ്പിനേഷൻ നമുക്ക് വളരെ പെട്ടെന്ന് ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉയർത്തുന്നതിനും, രക്തത്തിൽ ഷുഗർ ലെവൽ ഉയർത്തുന്നതിനും, കൊളസ്ട്രോൾ കൂടുന്നതിനും, വണ്ണം കൂടുന്നതിനും കാരണമാകും. എളുപ്പം ദഹിക്കും എന്നുള്ളത് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ റെഡിമെയ്ഡ് പായസക്കൂട്ട് വാങ്ങിച്ചിരുന്നാൽ പോലും പാലിന് പകരം പാൽ പൊടിയാണ് അതിനകത്ത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ സദ്യയോടൊപ്പം ഇത് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഏമ്പക്കം, വയറിന് ഡിസ്കംഫർട്ട് ഒക്കെ ഉണ്ടാക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ സേമിയ പായസം അധികം ഈ ഒരു ഓണ സമയത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പകരം നിങ്ങൾക്ക് അരിയട കൊണ്ടുള്ള പായസം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി അരിയട കൊണ്ടുള്ള പായസം ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അതിനേക്കാൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പായസം എന്ന് പറയുന്നത് കടലപ്പായസമാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ നിങ്ങൾ കടലപ്പായസം ഉണ്ടാക്കി നൽകി നോക്കുക. കടലയ്ക്കകത്ത് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. കടലപ്പായസമോ പരിപ്പ് പായസമോ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇനി അതുപോലെ മറ്റു പായസങ്ങൾ കൂടി കഴിക്കണം എന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ ആഗ്രഹത്തിന് വേണ്ടി മാത്രം കഴിക്കാനായിട്ട് നോക്കുക. ഈ ഒരു രീതിക്ക് അപകടകരമായിട്ടുള്ള പായസമൊക്കെ ഒഴിവാക്കി ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഘോഷത്തിലേക്ക് പോകാം നമുക്ക്.